എല്ലാവരും സുഖമായിട്ടിരിക്കുവാണല്ലോ. ഇന്നത്തെ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പം നമ്മൾ നമ്മുടെ സറൗണ്ടിങ്സ് ഒക്കെ കണ്ടിട്ട് നമുക്ക് തീം മനസ്സിലായി കാണും. ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഈ വീഡിയോയിൽ നമ്മൾ ജെല്ലി ഉണ്ടാക്കാൻ പഠിക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വെൽക്കം ടു ജോഷ് ടോക്സ്. ജോഷ്, നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോവാടാ? ജെല്ലി. നമ്മളെല്ലാരും കണ്ടിട്ടുള്ള ഒരു സാധനമാണ് ജെല്ലി. പക്ഷെ ഇപ്പൊ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇത് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഇത് വർക്കാവുമെന്ന് അറിയത്തില്ല, ട്രൈ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മൾ മേടിച്ച ജെല്ലിയുടെ പാക്ക്. ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഞങ്ങൾ മേടിച്ചൊരു പാക്കറ്റാണിത്. ഇത് മെറോൺ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നത്. സ്ട്രോബെറി ജെല്ലിയുടെ ഫ്ലേവറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇവിടെ അറബിക്ക് എഴുതിയിട്ടുണ്ട്, പക്ഷേ പ്രോഡക്റ്റ് ഇസ് മെയ്ഡ് ഇൻ ഇന്ത്യ എന്നാണ് കാണിച്ചേക്കുന്നത്. സോ അപ്പൊ നമുക്ക് ഉണ്ടാക്കി നോക്കാം. ജെല്ലി 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 ജെല്ലി. നമ്മുടെ ഈ പാക്കറ്റിന്റെ ബാക്കില് ഇതിന് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പം ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് ചെയ്യാൻ പോവാ. ഓക്കെ, ഇതാണ് നമ്മുടെ മെയിൻ ബാക്ക്. ഇനി ഒരെണ്ണമുണ്ട്. ഇതിനോടുണ്ട്. ഈ 2 പാക്കറ്റാണ് ഇതിനകത്ത് ഉള്ളത്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇവിടെ നമ്മൾ 500 ml വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഈ 2 എണ്ണം കൂടെ ഇതിനകത്തോട് ആഡ് ചെയ്യണം. ഇപ്പൊ നമ്മൾ ഈ പാക്കറ്റ് ആഡ് ചെയ്യുവാണ്. റെഡിഷ് ഇപ്പം തന്നെ റെഡ് കളർ വന്നു തുടങ്ങി. ഇനി നമുക്ക് ഈ വെള്ള പാക്കറ്റും കൂടെ എടുക്കാം. ഷുഗറിന്റെ പൊടി. ഓക്കെ, നമ്മൾ രണ്ടും കൂടെയാണ് ആഡ് ചെയ്ത് ഇനി നമ്മൾ മിക്സ് ചെയ്യണം. രണ്ടും കൂടെ ജോഷി മിക്സ് ചെയ്തു. ജോഷിയുടെ ജെല്ലിയൊക്കെ മിക്സ് ചെയ്തോണ്ടിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് ബോയിൽ ചെയ്യണം. എത്ര നേരം ബോയിൽ ചെയ്യണം? ഇങ്ങനെ ഇളക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കണം. നല്ലോണം ഇങ്ങനെ മിക്സ് ആയി കറക്റ്റ് ആ ഒരു റെഡ് കളർ ആയിട്ടുണ്ട് കേട്ടോ. ഇത് ബോയിൽ ചെയ്യേണ്ട ആ ഒരു സമയം വരെ നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്തോണ്ടിരിക്കണം. ഇവിടെ ഇപ്പം നമ്മുടെ ഇവിടെ ഇപ്പം ബോയിൽ ചെയ്യാൻ തുടങ്ങി കേട്ടോ. സൗണ്ട് ഒക്കെ വരുന്നുണ്ട്. സ്ട്രോബെറി ചായ പോകുന്നല്ലോ. സ്ട്രോബെറി വെച്ചുണ്ടാക്കുന്ന ചായ. നല്ല പോലെ അത് ബോയിലാവുന്നു കേട്ടോ. നല്ല മണമൊക്കെ വരുന്നുണ്ട്. വീഡിയോ എടുത്ത് എന്റെ ഇങ്ങനെ എടുത്തെടുത്ത് എന്റെ കൈയൊക്കെ ചൂടായിക്കൊണ്ടിരിക്കും. ഇത് വീഡിയോ എടുത്ത് ഇപ്പൊ സ്ട്രോബെറിനകത്തോട്ടായിരിക്കും ഫോൺ പോകുന്നിപ്പോ. നമ്മളിപ്പോ ഇതൊന്ന് തണക്കാൻ വെച്ചേക്കുക. ഇനി ഇതിന്റെ ഒന്ന് കൂൾ ഡൗൺ ആവാൻ വേണ്ടി നമ്മളിത് 10 മിനിറ്റ് ഇങ്ങനെ വെക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഫ്രിഡ്ജിനകത്തോണ്ട് വെക്കും. ഈ ജെല്ലി ലിക്വിഡ് തിളക്കാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്ത സമയത്ത് ഞങ്ങൾ ഇവിടെ പ്രിങ്കിൾസ് ഒക്കെ കരിച്ചോണ്ടിരിക്കുക. അപ്പൊ ഇവിടെ അടിപൊളിയായ സ്ലൈം കുട്ടരുണ്ട്. സ്ലൈമാണോ? എന്തുവാ ജെല്ലി ഇവിടെ ഉണ്ട്. അമ്മ ഇച്ചിരി നേരം കൂടെ ഫ്രീസിൽ ജെല്ലി ലിക്വിഡ് ഒഴിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് മോൾഡ് ഒന്നും ഇല്ല. ഓരോ ബൗൾസിനകത്തും നമ്മുടെ ഐസ് ഒക്കെ വെക്കുന്ന ട്രേ ഇല്ലേ, അതിനകത്തൊക്കെയാണ് ഈ ജെല്ലി ലിക്വിഡ് ഒഴിക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ ഈ ജെല്ലി ലിക്വിഡ് ഒക്കെ ഇപ്പോൾ കൂളായി ഇച്ചിരിയും കൂടെ ഒന്ന് വിസ്കസ് ആ ഒരു ഷേപ്പിലോട്ടായി. ഞങ്ങളിപ്പോൾ ഇതിനെ ഈ മോൾഡിലോട്ട് ഇട്ടുകൊണ്ടിരിക്കുക. ഹലോ, ഞാൻ video വന്നിട്ടുണ്ട്.
ഇതിപ്പം കൂളായപ്പോ തന്നെ ഇതൊരു ജെല്ലി പോലെ ഒരു ഫോർമുലോട്ടായി. ഇത് കണ്ടോ ഗൈസ്, ഇങ്ങനെ അളിഞ്ഞു ഒളിഞ്ഞിങ്ങനെ ഇരിക്കും. ഇത് പണ്ടിയാ തൊടുമ്പോ തന്നെ ഭയങ്കര ഒരു വല്ലാത്തൊരു ഫീലിംഗ്. അതോടെ ഇച്ചിരി സ്റ്റിക്കി പോവാ. എന്തുവാ ഇങ്ങനെ തിന്നുന്നേ? അപ്പൊ ഞങ്ങൾക്ക് 2 ബോൾ കിട്ടി. ഇത് ചാച്ചുവിനും ജോഷുവാണ്. ഓക്കെ, നമ്മളിപ്പോ ഇതിനെ ഇനി ഫ്രിഡ്ജിലോട്ട് വെക്കാൻ പോവാ. മറ്റേ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഭയങ്കരമായിട്ട് അങ്ങനെ തിന്നുവാ. ഇനി ഒരു 10 മിനിറ്റ്സ് കൂടെ വെയിറ്റ് ചെയ്താൽ നമ്മുടെ സാധനം റെഡിയാവും. പിന്നെ നമുക്കൊരു ടേസ്റ്റ് ടെസ്റ്റ് ഒക്കെ നടത്താം. നല്ലതാണെന്നൊക്കെ നോക്കണ്ടേ. നമ്മളിപ്പിനി ഇതിന് ജെല്ലി എടുക്കാൻ പോവാ കേട്ടോ. റെഡി. എങ്ങനെയുണ്ടാ? നല്ല രസമാണോ? ഇഷ്ടപ്പെട്ടെന്നാ പറയണേ. നമ്മുടെ മോൾഡിനകത്ത് ഇപ്പൊ നല്ല രസമുണ്ട്. കറക്റ്റ് ആ ഒരു സ്ക്വയർ ഷേപ്പിലായിരിക്കുന്നത്. ഞാനിപ്പോ കാണിച്ചുതരാം. ഇപ്പൊ ഞാൻ എടുത്തുതരാം. കണ്ടോ, ഒരു സ്ക്വയർ ഷേപ്പ് ഇരിക്കുന്നില്ലേ? ഇങ്ങനെ ജിഗിൾ ചെയ്യുന്നുണ്ട്. വണ്ടർഫുൾ ജെല്ലി. ഇവിടെ മധുരം വേണം. അങ്ങനെ ഞാൻ എന്റെ നാക്ക് കണ്ടു, എന്റെ കൈയെല്ലാം കണ്ടു. ജെല്ലിയൊക്കെ അരിച്ച് എന്റെ കൈ ഫുൾ ആ ഒരു ഫുഡ് കളറിങ് ഒക്കെ ആയി. സോ നല്ല ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ ഒരു 1 ടൈം ഉപയോഗത്തിനേ പറ്റത്തുള്ളൂ. എനിക്ക് ഭയങ്കരമായിട്ട് കഴിക്കാൻ തോന്നില്ല. ഒരു വട്ടം കഴിക്കാൻ ഓക്കെ. ഞങ്ങളുടെ നാക്കൊക്കെ ഫുള്ള് റെഡ് ആയിട്ടുണ്ട്. അത് കാരണം ഫുഡ് കളറിങ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് സംഭവിച്ചേ. അപ്പം ഒരു നല്ലൊരു ട്രൈ ആയിരുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ സൂപ്പർ മാർക്കറ്റിൽ ഇപ്പം കാണുമായിരിക്കും ഇങ്ങനത്തെയൊക്കെ. എനിക്കറിയത്തില്ല, ഞാൻ വിചാരിച്ച ഇങ്ങനത്തെ പുറത്തുള്ള രാജ്യങ്ങളിൽ മാത്രമേ ഇങ്ങനത്തെയൊക്കെ ഉണ്ടാവത്തുള്ളൂ. പക്ഷേ ഞങ്ങളുടെ ഇവിടെ തിരുവല്ല സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ തന്നെ ഇങ്ങനെ കണ്ടുപിടിച്ചായിരുന്നു. സോ ഒരു നല്ലൊരു ഓപ്ഷനാണ്. നല്ലപോലെ നമുക്ക് കഴിക്കുകയാണെങ്കിൽ ഇവിടെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം. അപ്പോൾ നിങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ കരുതുന്നു. ഇനി പുതിയ വീഡിയോ ആയിട്ട് വരുന്ന ദിവസത്തിൽ കാണാം. ബൈ ബൈ.